നമുക്കിന്നൊരു പടവലങ്ങ മുളകോശി ഉണ്ടാക്കാം. ചില സ്ഥലങ്ങളിൽ മുളകോശി എന്ന് പറയും. നമ്മൾ തൃശ്ശൂർക്കാർക്കൊക്കെ എന്തായാലും മുളകോശ്യം എന്ന് പറയാറില്ല, മുളോശ്യം എന്നാണ് പറയുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് അളവിൽ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ പീസ് പരിപ്പാണ്, അതായത് പെട്ടെന്ന് വേവണതാണ്. കഷ്ണത്തിന്റെ കൂടെ തന്നെ പരിപ്പും വെന്തോളും. അല്ലാത്ത പരിപ്പാണെന്നുണ്ടെങ്കിൽ ആദ്യം പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് കഷ്ണങ്ങൾ ചേർക്കണം കേട്ടോ. ഞാനിവിടെ നല്ല വെള്ളക്കാന്താരിയാണ് എടുക്കണം എരിവിന് വേണ്ടിയിട്ട്. ഒരു 5-6 എണ്ണം നടുവേ കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിലും എടുക്കാം. എന്തായാലും മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർക്കാതെ പച്ചമുളകിൽ ഉണ്ടാക്കുന്ന മുളകോശിയാണത്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് തരത്തിലുള്ള മുളകോശ്യം ചെയ്തിട്ടുണ്ട്. കുരുമുളക് ചേർത്തിട്ടും കുരുമുളകോശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ചുടുമുളകോശ്യം ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിലും സിമ്പിളായിട്ട് ഇനി ഒരു മുളകോശ്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, അത്ര സിമ്പിളാണ്. ഇനി വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങ കഷ്ണം ചേർക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ചേർത്തിട്ടുള്ള കാന്താരി മുളക് ഉണ്ടല്ലോ, ആ കാന്താരി മുളക് ഇതിൻ്റെ കൂടെ വെന്ത് വരുമ്പോഴുള്ളൊരു ഒരു വാസനയും എരിവൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു മുളകോശ്യത്തിൻ്റെ പ്രത്യേകത. അത് കിട്ടുമെങ്കിൽ പരമാവധി കാന്താരി മുളക് ഇട്ടിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ മാത്രം പച്ചമുളക് എടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. വെള്ളം നമ്മൾ പരിപ്പിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു 4 വിസിലടിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ കുക്കർ തുറന്നു കഴിയുമ്പോൾ പടവലങ്ങയും പരിപ്പൊക്കെ നല്ല അസലായിട്ട് വെന്തുണ്ടാവും. ഈ ഭാഗം വരെ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണതാണ്. ഒരു മുളോശ്യത്തിൻ്റെ പെർഫെക്റ്റ് സ്വാദിരിക്കണത് ഇതാ. അവസാനം നല്ല പോലെ പച്ചക്കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ, വെളിച്ചെണ്ണ പൊതുവെ കുറച്ച് ഉപയോഗിക്കണവരാണ് എന്ന് വിചാരിച്ചിട്ട് മുളോശ്യത്തിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ സ്വാദ് പോകും കേട്ടോ. അവസാനം ചേർക്കണ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഒരു മുളോശ്യത്തിൻ്റെ സ്വാദ് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ വെളിച്ചെണ്ണ പച്ചക്കറിവേപ്പിലയും ചേർക്കുമ്പോഴാണ് ആ ഒരു മുളകോശ്യത്തിൻ്റെ വാസന തന്നെ ശരിയായിട്ട് വരുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദുള്ളൊരു കൂട്ടാനാണിത്. പുളിയില്ലാത്ത കൂട്ടാൻ്റെ കൂടെ ഏതെങ്കിലും പുളിയുള്ള തൈരോ അല്ലെങ്കിൽ തൈര് ചേർത്തിട്ടുള്ള പച്ചടി, ബീട്രൂട്ട് പച്ചടി, അങ്ങനത്തെ ഏതെങ്കിലും തൈരോ പുളിയോ ചേർത്തിട്ടുള്ള കോമ്പിനേഷൻ നന്നായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.